എമ്പുരാനെ ഇതേ ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഓരോ ക്യാരക്ടർ റിവീൽ ചെയ്യുന്ന പോസ്റ്ററുകൾ അങ്ങനെ പല വിധത്തിൽ അല്ലേ അത് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാണ് ഓരോ പോസ്റ്റർ കാണുമ്പോൾ ഇതിന് പിന്നിൽ ആര് എന്ന്. അപ്പോൾ ആ പോസ്റ്ററുകൾക്ക് പിന്നിൽ ആര് എന്നാണ് നമ്മൾ അന്വേഷിക്കുന്നത്. അത് ആനന്ദ് രാജേന്ദ്രൻ എന്ന ചെറുപ്പക്കാരനാണ്. അദ്ദേഹമാണ് ഇപ്പോൾ എമ്പുരാനെ ഇങ്ങനെ തരംഗമാക്കിക്കൊണ്ടിരിക്കുന്ന പോസ്റ്ററുകളുടെ പിന്നിലുള്ളത്. ആനന്ദ്, സ്വാഗതം. സന്ധ്യ ആനന്ദിനെ ഞാൻ വിളിച്ചു ഇങ്ങനെ കുറച്ചു നേരം ഒന്ന് എമ്പുരാനെ കുറിച്ച് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ ആനന്ദ് പറഞ്ഞു, അയ്യോ ഞാൻ നാളത്തേക്കും മറ്റന്നാളത്തേക്കുമുള്ള പോസ്റ്ററുകൾ ഉണ്ടാക്കുന്ന തിരക്കിലാണ്. അപ്പോൾ ആ തിരക്കിനിടയിൽ കുറച്ച് വർത്താനം. അപ്പോൾ ആനന്ദ് അധികം സമയം കളയുന്നില്ല. എന്ത് ഫീലിലാണ് പോസ്റ്ററുകൾ ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്? കുറച്ചധികം സ്പീഡിലാണ്. ഇനി നമുക്ക് 2 ദിവസമേ ഉള്ളൂ. 2 ദിവസത്തിനകത്ത് കുറച്ച് കാര്യങ്ങളൊക്കെ ഇനി കുറച്ച് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അപ്ഡേറ്റ്സ് കൊടുക്കുന്നുണ്ടല്ലോ, അതുപോലെ കുറച്ച് അപ്ഡേറ്റ്സ് വരാറുണ്ട്, അനൗൺസ്മെൻറ്റുകൾ ഉണ്ടാവും. അപ്പം അതിൻ്റെ തിരക്കിലാണ് ഇപ്പോൾ ആനന്ദ്. ഇപ്പോൾ പോസ്റ്റേഴ്സ് ഡീകോഡ് ചെയ്യുന്ന തിരക്കിലാണ് ഇപ്പോൾ ആരാധകരൊക്കെയും. ആരായിരിക്കും ഇതിൽ, ആരാണ് മറഞ്ഞു നിൽക്കുന്ന വ്യക്തി, ആരാണെന്ന് അറിയാനുള്ള ഒരു വ്യഗ്രതയാണ് എല്ലാവരിലും ഉള്ളത്. ആനന്ദ്, ഒരു ഫസ്റ്റ് ലുക്ക് ഒരു പോസ്റ്റർ വന്ന സമയത്ത് ഗംഭീരമായൊരു പോസ്റ്റർ, പക്ഷേ അതിൽ കുറേ ഒരു ക്രിറ്റിസിസം ഒക്കെ നേരിടേണ്ടി വന്നിട്ടുണ്ട് ആനന്ദ് അല്ലേ? പക്ഷെ ഗംഭീരമായൊരു പോസ്റ്ററാണ്. അതെ 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 അത് ആരും ആദ്യം വിശ്വസിച്ചില്ല. അത് ഒരു മാനിപ്പുലേറ്റഡ് ഇമേജ് ആണെന്നാണ് എല്ലാവരും കരുതിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും വിചാരിച്ചു ഒരു ഫസ്റ്റ് ലുക്ക് വിടുമ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി കാണിക്കാതെ ആർട്ടിഫിഷ്യലായിട്ട് കമ്പോസ് ചെയ്തൊരു സാധനം കാണിച്ചത് എന്തെന്നുള്ള രീതിയിലാണ് വിമർശനം അത്രയും വന്നത്. അപ്പോൾ അത് എനിക്കറിയാവുന്ന ഒറിജിനലായിരുന്നു. ഓബിയസ്ലി സംവിധായകനെ അറിയാം അത് ഒറിജിനലാണെന്നുള്ളത്. അതിപ്പോഴാണ് ട്രെയിലർ വന്നപ്പോഴാണ് അതെല്ലാവർക്കും മനസ്സിലായത് നമ്മൾ ആദ്യം വിട്ട ആ പോസ്റ്റർ എന്ന് പറയുന്നത് ഈ സിനിമയുടെ എക്സാക്റ്റ് ഒരു ഷോട്ടാണെന്നുള്ളത്. പൃഥ്വിരാജ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നൽകിക്കൊണ്ടിരിക്കുന്ന ഇൻ്റർവ്യൂവിലും പൃഥ്വിരാജ് പറയുന്നുണ്ട് VFX വളരെ കുറവാണ്, ബാക്കിയെല്ലാം ഇതിൽ കാണുന്ന ചോപ്ര ആണെങ്കിൽ എല്ലാം ഒറിജിനലാണ് എന്ന് പറയണം. നമുക്കിപ്പോൾ ഈ VFX കണ്ടേ ഇതിപ്പോൾ ഏതാണ് ശരിയെന്ന് അറിയാൻ പാടില്ലാത്തൊരു കൺഫ്യൂഷനിലേക്ക് പ്രേക്ഷകർ വന്നിട്ട് അതുകൊണ്ടാണ് അതെനിക്ക് തോന്നുന്നു അത് ആനന്ദിനെ സംബന്ധിച്ച് കുറച്ചും കൂടി ഒരു മോട്ടിവേഷനാണല്ലേ ഇനിയും ഞെട്ടിപ്പിക്കുന്ന പോസ്റ്റർ ഉണ്ടാക്കാൻ. അതെ, ഇനി നമുക്ക് ഈ സിനിമയായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റർ ആയാലും ചിലപ്പോൾ ഇനി അതിൻ്റെ അടുത്ത പാർട്ടിലായാണെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വിഷയം നേരിടേണ്ടി വരില്ല. കാര്യം എല്ലാവർക്കും ഇതിനോടകം തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ട് കാണും ഇതിനകത്ത് ഇങ്ങനെയൊക്കെയാണ് നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി വരാൻ പോകുന്നത് ചിലപ്പോൾ ഇതിന് മുകളിലായിരിക്കാം. അപ്പോൾ ആ ഒരു ടെൻഷനൊക്കെ പോയി ഇപ്പം നമ്മളെല്ലാവരും കൂളാണ്. അല്ല, ഈ തുടങ്ങുന്ന സമയത്ത് ഇങ്ങനെ ഈ വർക്ക് കയ്യിലേക്ക് വരുമ്പോൾ പൃഥ്വിരാജ് ഇതിൻ്റെ സിനിമയുടെ ഓരോ കണികയും സൂക്ഷ്മമായി പരിശോധിച്ചാണ് പൃഥ്വിരാജ് പോകുന്നത്. അതുകൊണ്ട് പോസ്റ്ററിലും കൃത്യമായല്ലേ പൃഥ്വിരാജിൻ്റെ മനസ്സിൽ കാണുന്നതിൻ്റെ മുകളിൽ നിൽക്കുന്ന പോസ്റ്റർ കൊടുക്കുക എന്നുള്ളതാണ് ആനന്ദിൻ്റെ മുന്നിലുള്ള വെല്ലുവിളി. അതെങ്ങനെയാണ് പൃഥ്വിരാജുമായിട്ടുള്ളൊരു ഡീലിങ്സ് എങ്ങനെയായിരുന്നു? എളുപ്പമായിരുന്നോ? അല്ല, പുള്ളിക്ക് വളരെ ക്ലിയർ ആയിട്ട് ഓരോ ഐഡിയാസുണ്ട്. അദ്ദേഹം പറയും എനിക്ക് ഇന്ന ഫ്രെയിമിലാണ് വേണ്ടത്, ഇന്ന കളർ ടോണാണ് വേണ്ടത്, ഇന്ന സാധനങ്ങൾ വന്നാൽ കൊള്ളാമെന്ന് ഓൾറെഡി നമ്മുടെ ഒരു കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. നമ്മളത് പുൾ ഓഫ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അപ്പോൾ ബാക്കി ഈസിയാണ്. നമ്മുടെ സൈഡിൽ നിന്നുള്ള സജഷൻസ്, ക്രിയേറ്റീവ് ഐഡിയാസൊക്കെ നമുക്കും അങ്ങോട്ട് പറയാം. അത് ഓക്കെ ആണെങ്കിൽ അത് കറക്റ്റായിട്ട് നമ്മൾ രണ്ടുപേരുടെ ഒരു ഐഡിയയിൽ നിന്നുണ്ടാകുന്ന സാധനങ്ങൾ നന്നായിട്ട് വരാറുമുണ്ട്. അപ്പോൾ ബേസിക്കലി ഇതാണ് പ്രോസസ്സ്. അദ്ദേഹത്തിൻ്റെ വിഷ്വൽസ്, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ പോസ്റ്ററിൽ റിഫ്ലക്റ്റ് ആവുന്നുണ്ട്. ആനന്ദ്, വലിയൊരു സിനിമയാണല്ലേ? അപ്പോൾ അതിൽ ആനന്ദ് ചെയ്യുന്ന പോസ്റ്റേഴ്സ് ആണ് നമ്മൾ പ്രേക്ഷകരൊക്കെ കാണുന്നതും. നല്ല പണിയെടുക്കുന്നുണ്ടെന്ന് അറിയാം. അതുപോലെ പൃഥ്വിരാജ് സുകുമാരന്റെ ഒരു ഫാൻ കൂടിയാണ് ആനന്ദ്. അപ്പോൾ ഈ ഒരു പോസ്റ്റർ മേക്കിങ്ങിന്റെ ആ ഒരു പ്രോസസ്സ് എങ്ങനെയായിരുന്നു? പൃഥ്വിരാജിനെ ഇത്രയും ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് 2 വാക്ക് പറയാമോ? ഇതിൻ്റെ ഒരു പോസ്റ്റർ മേക്കിംഗ്, ഇതിൻ്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് നമ്മൾ ലൂസിഫറിൽ ഫോളോ ചെയ്ത പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ലൂസിഫറിൽ നമ്മൾ ക്യാരക്ടർ പോസ്റ്റേഴ്സ് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതേപോലെ ചോദിച്ചു എമ്പുരാനിൽ എങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എമ്പുരാനിലുണ്ട് ക്യാരക്ടർ പോസ്റ്റേഴ്സും ഉണ്ട്. പക്ഷേ അതിൻ്റെ ഒപ്പം ഒരു വീഡിയോ ഉണ്ടാവും, ഒരു ചെറിയൊരു കുഞ്ഞ് ഇൻ്റർവ്യൂ പോലെ ആ വീഡിയോ പ്ലസ് അതിൻ്റെ ഒരു കവർ ആർട്ട് പോലെ ഒരു ക്യാരക്ടർ പോസ്റ്റർ. അത് നമുക്ക് നേരത്തെ ലിസ്റ്റ് കിട്ടി. ആ ലിസ്റ്റ് വെച്ചിട്ട് നമ്മളത് ചെയ്തു. അപ്പോൾ അത് എക്സാക്റ്റ് ആ സീക്വൻസിൽ അല്ലെങ്കിൽ ആ സീനിലൊക്കെ വരുന്ന പോലത്തെ ഇമേജസ് തന്നെയാണ്. നമ്മളത് കളർ കറക്റ്റ് ചെയ്ത് മാച്ച് ചെയ്ത് വിടുന്നുണ്ട്. അപ്പോൾ ക്യാരക്ടർ പോസ്റ്റേഴ്സ് ബേസിക്കലി നേരത്തെ റെഡി ആയിട്ട് വരുന്നുണ്ട്. പിന്നെ രാജുവേട്ടനായിട്ട് വർക്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് നമ്മൾ എനിക്ക് തോന്നുന്നു എസ്റോട്ടാണ് വർക്ക് ചെയ്ത് തുടങ്ങിയത്. പക്ഷെ ഒരു ടിയാൻ ആ സിനിമയുടെയൊക്കെ സമയമായപ്പോഴേക്കും കുറച്ചുകൂടി കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ നേരിട്ട് സംസാരിച്ച് ക്രിയേറ്റീവ് സെഷൻസൊക്കെ എടുത്ത്
ലൂസിഫറിലോട്ട് വന്നപ്പോഴേക്കും കറക്റ്റായിട്ട് അദ്ദേഹം ചില കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ തന്നെ മനസ്സിലാക്കി നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു അവസ്ഥയിലോട്ടായി. പിന്നെ ഒരു ഫാൻ ബോയ് എന്ന നിലയിൽ എപ്പോഴും നമ്മൾ അദ്ദേഹത്തിൻ്റെ അടുത്തൊരു ഭയങ്കര ബഹുമാനമാണ്. അപ്പോൾ അത്രയും റെസ്പെക്റ്റ് ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ അതുപോലെ കൃത്യമായിട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് എൻ്റെ ഒരു സന്തോഷമായിട്ടുകൂടെ ഞാൻ കാണുന്നുണ്ട്. കാരണം ഇതിലെ ഏറ്റവും രസകരമായ ഒരു കാര്യം ഇപ്പോൾ നേരത്തെ സന്ധ്യ സൂചിപ്പിച്ച പോലെ ഡീകോഡിങ് നടക്കുകയാണ്. ഇതിൻ്റെ കഥയുടെ പോക്ക് എങ്ങനെയാണ്, പോസ്റ്ററിൽ തിരിഞ്ഞു നിൽക്കുന്ന ആളുടെ ചെവി കണ്ടിട്ട് ഇത് ആമിർ ഖാനാണോ, അല്ല ആമിർ ഖാൻ്റെ ചെവി കുറച്ച് വ്യത്യാസമുണ്ടെന്ന് പറയുന്നു. അപ്പോൾ തരുൺ മൂർത്തിയും കൂടെ ഒരു രസകരമായ പോസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഇതാണ് എമ്പുരാൻ എന്ന പേരിൽ, അതായത് തുടരുമിൻ്റെ പോസ്റ്ററാണ്. അതിലേക്ക് മോഹൻലാലിൻ്റെ പിന്നിൽ പൃഥ്വിരാജിനെ പ്രതിഷ്ഠിച്ചുകൊണ്ടാണ് പോസ്റ്റർ. അപ്പോൾ ആനന്ദ്, ഇത്രയും നിങ്ങൾ ഇത്ര എഫേർട്ട് എടുത്തല്ലേ, വളരെ ഗൗരവത്തോടെ ചെയ്തു വെച്ചൊരു പോസ്റ്ററിനെയാണ് ഇതിൻ്റെ കൗതുകം കൊണ്ട് ഇങ്ങനെ മാറ്റിയെടുക്കുന്നത്. അത് കാണുമ്പോൾ ഒരു ക്രിയേറ്റർ എന്ന നിലയിൽ എന്ത് തോന്നുന്നു? ആസ്വദിക്കുന്നുണ്ടോ? എടാ മിടുക്കന്മാരെ എങ്ങനെ ചെയ്യലേ എന്നാണ് തോന്നുന്നത്? അല്ല, അത് ഇത്തരം കാര്യങ്ങളൂടെ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്ന് വരുമ്പോഴാണ് നമുക്കൊരു ഫുൾഫിൽ ആവുക കാര്യങ്ങളെല്ലാം. കാര്യം ഇതിൻ്റെ മുമ്പ് 6 Days to Goയുടെ ഒരു പോസ്റ്റർ വന്നായിരുന്നു. ഒരു ഹെലികോപ്റ്റർ ഇരിക്കുന്നു, ലാലേട്ടൻ ഫ്രണ്ടിൽ വരുന്നു. അപ്പോൾ അത് ഡയറക്ടർ തരുൺ മൂർത്തി പുള്ളി ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഈ പടക്കളത്തിലോട്ടാണല്ലോ ഞാൻ സ്പ്ലെൻഡറും കൊണ്ട് ഇറങ്ങി. അതെ, അപ്പോൾ ഞാൻ വിചാരിച്ചു. പക്ഷേ ഇന്ന് വന്ന ആ പോസ്റ്റർ അടിപൊളിയായിരുന്നു. രണ്ടുപേരും കൂടെ ബൈക്കിൽ പോകുന്നത് കണ്ടപ്പോൾ കറക്റ്റാണ്. എല്ലാം കൊണ്ടും അതൊരു ട്രോൾ സെൻസ് അല്ലാതെ ഒരു ക്രിയേറ്റീവില് നല്ല രസമുള്ള പരിപാടിയാണ് ഇതെല്ലാം. ഇതൊക്കെ ഭയങ്കരമായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അല്ല, ഒരു കണക്കിന് നോക്കിയാലേ ഇപ്പോൾ മലയാള സിനിമയിൽ ഇത്തരം വേറെ 2 സിനിമകൾ, ഇപ്പോൾ മോഹൻലാലിൻ്റെ നായകനായി വരുന്ന സിനിമകളാണെങ്കിൽ പോലും മറ്റൊരു സിനിമയെ വേറൊരു സിനിമയുടെ രീതിയിൽ കൂടി ഒരു തരത്തിൽ പ്രൊമോട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ പിന്താങ്ങുന്ന നിലയിൽ അവരും പോസ്റ്ററുകൾ ഇറക്കുന്നു, അതിനെ ആ രീതിയിൽ പ്രേക്ഷകർ സ്വീകരിക്കുന്നു. ഇത്തരം ഒരു ഡീകോഡിങ് ചർച്ച ഒരുപക്ഷെ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും. മൊത്തത്തിൽ സിനിമയ്ക്ക് കിട്ടുന്ന ഹൈപ്പ്, അത് ആ പ്രതീക്ഷ, അല്ലെങ്കിൽ ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂകളിൽ അദ്ദേഹം വളരെ കൂളായിട്ടാണ്. ഇപ്പോൾ ആനന്ദം കണ്ടു കാണും അല്ലേ, വളരെ തമിഴിലൊക്കെ കൊടുത്ത ഇൻ്റർവ്യൂസൊക്കെ അദ്ദേഹം വളരെ രസമായിട്ടിരുന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ അവർക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ മുകളിലാണ് നമ്മളൊക്കെ ഇങ്ങനെ ചവിട്ടി കയറിക്കൊണ്ടിരിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും. ഇത് ഇനിയിപ്പം സിനിമ 2 ദിവസത്തിനകത്ത് സിനിമ ഇറങ്ങും. നമുക്ക് എല്ലാവർക്കും പ്രതീക്ഷയുണ്ട്. അത് വർക്ക് ചെയ്ത നിലയിൽ എന്നുള്ളത് മാത്രമല്ല, നമുക്കെല്ലാവർക്കും ആ സിനിമ കാണാൻ അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട്. അതിപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്തായാലും തിയേറ്ററിൽ പോയി ആ ഒരു വിഷ്വൽസ് കാണുമ്പോൾ ഉള്ള ഒരു കിക്ക്, അത് ഇനി നമ്മളത് അറിയണം. അതിനു വേണ്ടി വെയിറ്റിംഗ് ആണ്. ആക്ച്വലി നമ്മൾ ഇത്രയും കാലം ഇത് വർക്ക് ചെയ്തെങ്കിലും ഇതിൻ്റെ ഒരു ഫൈനൽ പ്രോഡക്റ്റ് കാണാനായിട്ട് മൊത്തം ടീമും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. എപ്പോഴാണ്? രാവിലെ 6 മണിക്ക് കാണുന്നുണ്ടോ ആനന്ദ്? തീർച്ചയായിട്ടും രാവിലെ 6 മണിക്ക് ട്രിവാൻഡ്രം ഹെരീസ് ഫ്ലെക്സിൽ ടിക്കറ്റ് കിട്ടിയല്ലേ? ഞാൻ അവിടെ കിട്ടുമെന്ന് പ്രതീക്ഷകരെ കാത്തിരിക്കുകയാണ്. ഇവിടെ സന്ധ്യ 2 ദിവസം 2 ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്ന ആളുകളാണ്. എല്ലാവരും പ്രതീക്ഷയിലാണ് ആനന്ദ്. അതുപോലെ ആനന്ദും അങ്ങനെയാണെന്ന് അറിയാം. ആനന്ദ്, ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഈ ഒരു പോസ്റ്റർ മേക്കിംഗ് ഇത് വലിയൊരു ടെൻഷനുള്ള ഒരു പ്രോസസ് ആയിരുന്നു. പൃഥ്വിരാജ് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ അങ്ങനെ ചെയ്യണം, ഒരു പക്ഷെ അതിന് മേൽ ചെയ്യണം എന്നുണ്ടല്ലോ. ഒരു ടെൻഷനുള്ള പ്രോസസ് ആയിരുന്നു ഇത് പോസ്റ്റർ മേക്കിംഗ്? ഇതിൻ്റെ ഈ എമ്പുരാൻ്റെ കേസിൽ വരുമ്പോഴേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ ആ ഫസ്റ്റ് ലുക്ക് ഇറങ്ങിയ സമയത്ത്, ഫസ്റ്റ് ലുക്ക് റിലീസ് ആവുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ മൊത്തത്തിൽ ഹാപ്പിയാണ്. കാര്യം നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റില്ലൊക്കെ കണ്ട് അടിപൊളിയായിട്ട് നമ്മൾ ഇത് വലിയ സംഭവമാണെന്നുള്ള രീതിയിൽ നിന്നിട്ട് അതിൻ്റെ ഒരു റിസപ്ഷൻ വന്നപ്പോൾ കുറച്ച് ടെൻസ്ഡായി. ഇത് എന്താണ് പറ്റിയത് എന്നുള്ളത് മനസ്സിലാവാത്ത ഒരു പരിപാടി. കുറച്ചധികം ഞാൻ അത് അങ്ങനെ ഉൾക്കൊള്ളാൻ എനിക്കിത്തിരി പാടുപെട്ടു. പിന്നീട് കുറച്ച് കാര്യങ്ങൾ ഓരോരുത്തർ റിവീലായി തുടങ്ങി. പിന്നെ ഇപ്പോൾ ഈ ലാസ്റ്റ് സ്റ്റേജിൽ ഈ ട്രെയിലർ വന്നപ്പോഴേക്കാണ് അത് ഒരു റിയൽ ആയിരുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു പരിപാടിയൊക്കെ വന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ ടെൻഷനാണ്. ഇത് നമ്മൾ ഒരു അപ്ഡേറ്റ് കൊടുക്കുന്നു, അത് അപ്ഡേറ്റ് എത്രത്തോളം അത് ഇമ്പാക്റ്റ് ആവുന്നു എന്നുള്ളതൊക്കെ. പിന്നെ ഇടയ്ക്ക് കുറച്ച് ദിവസം അപ്ഡേറ്റ് ഇല്ലാതെ ഇരുന്നിട്ട് നമ്മൾ കൊടുത്ത അപ്ഡേറ്റുകൾ ഇപ്പം കൗണ്ട് ഡൗൺ പോസ്റ്റേഴ്സൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ നല്ല അഭിപ്രായവും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ഒരു ഗ്രാഫ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ വലിയ സിനിമകൾ ചെയ്യുമ്പോൾ ചെറിയ പ്രഷർ ഉണ്ടാവാറുണ്ട്. കാരണം ഇനി അധികരുന്നാലേ ചിലപ്പോൾ പൃഥ്വിരാജ് കണ്ട് എൻ്റെ പോസ്റ്റർ ചെയ്യേണ്ടവൻ അവിടെ ഇരുന്ന് ലൈവ് പറഞ്ഞുകൊണ്ടിരിക്കുക എന്ന് കരുതുന്നു. നാളത്തെ പോസ്റ്ററൊക്കെ സമയത്ത് എത്തിച്ചു കൊടുക്കണ്ടല്ലോ. അപ്പോൾ കൂടുതൽ ഇങ്ങനെ സമയം വലിയ തിരക്കിനിടയിൽ കുറച്ച് സമയം നമുക്ക് വേണ്ടി തന്നതിന് ഒരുപാട് നന്ദി ആനന്ദ്. അപ്പോൾ കാണാം. താങ്ക് യു.